നമുക്കായി ഒരുക്കിത്തരികയും ലളിത ജീവിതം നയിച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തൻ്റെ ജീവിതം സാക്ഷ്യപത്രമാക്കി നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും ചെയ്തിട്ടുള്ള സഖാവ് പാലളി മുഹമ്മദ് കുട്ടി അവരുടെ ഈ ചടങ്ങിലെ മുഖ്യ പ്രഭാഷകൻ CPIM-ന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭനായ നേതാവും കേരളത്തിൻ്റെ കർമ്മകുശലനായിരുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ എളമരം കരീം അവർകളെ, CPI-യുടെ മുതിർന്ന നേതാക്കളിൽ പ്രമുഖനായ ശ്രീ TK സുന്ദരൻ മാസ്റ്റർ അവർകളെ, ജനതാദളിന്റെ നേതാവ് R മുഹമ്മദ് ഷാ, NCP-യുടെ നേതാവ് ശ്രീ CPK ഗുരുക്കൽ, INL-ന്റെ നേതാവ് പ്രൊഫസർ AP അബ്ദുൽ വഹാബ്, കോൺഗ്രസ് എസിന്റെ നേതാവ് മാത്യൂസ് കോലഞ്ചേരി, NCP നാഷണൽ സെക്യുലർ ഫോറത്തിന്റെ നേതാവ് മാണൂർ, കേരള കോൺഗ്രസ് സെക്യുലറിന്റെ നേതാവ് ശ്രീ സുരേഷ് മാസ്റ്റർ, സഖാവ് TK ഹംസ, സഖാവ് PP വാസുദേവൻ, സഖാവ് നന്ദേട്ടൻ, സഖാവ് കൃഷ്ണദാസ്, JSS-ന്റെ നേതാവ് സുരേഷ് ബാബു, മറ്റു വേദിയിലെ പ്രമുഖരെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിശിഷ്യ മുസ്ലിം ലീഗാണ് ഇക്കാലം അത്രയും പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്തിട്ടുള്ളത്. ഈ നാട്ടുകാരനായ ഒരാൾ ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത് ഇന്നുവരെ സഭയിൽ എത്തിയിട്ടില്ല. നമ്മളുടെ നിയോജക മണ്ഡലക്കാരനായ ഒരാൾ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുടെ പാർലമെന്റിൽ എത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ സാക്ഷിയാക്കി നമുക്ക് പറയാൻ ഇന്ന് സാധിക്കുന്നുണ്ട്. ഒരു പാർട്ടി തന്നെ ഒരുപാട് തവണ ജയിക്കുമ്പോൾ ഏതൊരു പ്രദേശത്തിനും ഉണ്ടാകുന്ന അവികസനത്തിന്റെ ഒരുപാട് ദാരുണമായ കഥകൾ നമുക്ക് ഓരോരുത്തർക്കും പറയുവാനുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നമ്മളുടെ ജില്ലയിൽ ജനപ്രതിനിധികൾ അവരെ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളോട് കാണിച്ചിരുന്ന സമീപനം എന്തായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തങ്ങൾ തെരഞ്ഞെടുക്കുന്ന MLA-യെ കാണാൻ, MP-യെ കാണാൻ ആളുകൾ കാത്തുകെട്ടി കിടന്നിരുന്ന ഒരു കാലം ഈ ജില്ലക്കുണ്ടായിരുന്നു, ഈ പ്രദേശത്തിനുണ്ടായിരുന്നു. 2006 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ കൊടിക്കൂറ ഉയർന്നതോടുകൂടിയാണ് ജനപ്രതിനിധികൾ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറേണ്ടത് എന്ന പുതിയ ഒരു പാഠം ഈ ജില്ലക്കാർ പഠിച്ചത്. അന്ന് മുതൽക്ക് വികസനത്തിന്റെ ഒരു പുതിയ സംസ്കാരം നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തപ്പെടുകയുണ്ടായി. പാർലമെന്റ് അംഗങ്ങൾ ജനങ്ങളോട് ബാധ്യതപ്പെടാത്തവരാണ്. അവർ മണ്ഡലത്തിലേക്ക് വരേണ്ടതില്ല. ഈ ഒരു കാഴ്ചപ്പാട് ഇന്നും നമ്മളുടെ പ്രദേശങ്ങളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ആരുടെയും തിട്ടൂരമില്ലാതെ ജനപ്രതിനിധികളെ കാണാനുള്ള സന്ദർഭവും സാഹചര്യവും ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നമുക്കുണ്ടാക്കിയെടുക്കണം. ഇത്ര കാലം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ജനപ്രതിനിധികൾ, MP-മാർ എന്താണ് ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി ചെയ്തത് എന്ന് അവർ ഈ നാട്ടിലെ ജനങ്ങളോട് പറയണം.
കോൺക്രീറ്റായി യാഥാർത്ഥ്യമായ ഒരു പദ്ധതി പോലും ചൂണ്ടിക്കാണിച്ച് ഈ നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടാൻ UDFന്റെ സ്ഥാനാർത്ഥിക്ക് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് വസ്തുതയും യാഥാർത്ഥ്യവും. നമ്മളുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ കാര്യം പരിതാപകരമാണ്. MP-യോട് ചോദിച്ചാൽ MP പറയും അതെല്ലാം നൂതനവൽക്കരിക്കുവാൻ വേണ്ടി പോവുകയാണ്, പണം പാസ്സായിട്ടുണ്ട്. 5 കൊല്ലത്തിനിടയിൽ പണം പാസ്സാക്കി ഒരു റെയിൽവേ സ്റ്റേഷൻ പോലും നന്നാക്കാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ഈ നിയോജക മണ്ഡലത്തെ ഇനിയും പ്രതിനിധീകരിക്കുവാൻ സാധിക്കുക? കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനം പൊന്നാനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലേക്ക് കൊണ്ടുവരാൻ എന്തേ UDFന്റെ സാരഥിക്ക് ഈ കാലം എത്രയും കൊണ്ട് കഴിഞ്ഞില്ല? ഒരു പോസ്റ്റ് ഓഫീസാണ് കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ചെറിയ ഒരു സ്ഥാപനം എന്ന് പറയുന്നത്. ഈ നിയോജക മണ്ഡലത്തിന്റെ അതിർത്തിയിലേക്ക് ഒരു പോസ്റ്റ് ഓഫീസ് പോലും കൊണ്ടുവരാൻ മുൻകാലങ്ങളിൽ കഴിഞ്ഞ 5 വർഷം ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച UDFന്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിക്ക് സാധിച്ചിട്ടില്ല. കോൺക്രീറ്റായി ഞാൻ ഇന്നത് ചെയ്തു എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. പൊന്നാനി കോൾ നിലങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വികസനമാണ് വരാൻ പോകുന്നത് എന്നുദ്ഘോഷിക്കുമ്പോഴും ഈ 5 കൊല്ലത്തിനിടയിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയുടെ മേൽ ഒരു കുട്ട മണ്ണിട്ടുകൊണ്ട് ആ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കാൻ സാധ്യമായിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം